സൂചിച്ചേട്ടന്റെ വീട്ടുകാർ പറഞ്ഞുള്ള അറിവ്, സൂചിച്ചേട്ടൻ പറഞ്ഞുള്ള അറിവല്ലാതെ എനിക്ക് നേരിട്ട് ഒരു ഇതുമില്ല. എന്നാൽ മരിച്ചുപോയ ശാലിനി എന്ന് പറഞ്ഞ സ്ത്രീയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. എന്നോടും ഫ്രണ്ട്ഷിപ്പിൽ സംസാരിച്ചു. നല്ല രീതിയിൽ കിച്ചുവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ കിച്ചുവിനെ പ്രസവിച്ച അമ്മ, ആ സ്ത്രീ, അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരാഴ്ചയാണ്, കുറച്ച് ദിവസമാണല്ലോ എന്നോട് മോളെ രേണു എന്തോ ശാലിനി സുഖാണോ, ആ മോളെ സുഖാണോ എന്നൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ സമർത്ഥിക്കുന്നു. പക്ഷെ ഒരു തവണ പോലും ലൈഫിൽ ഇന്ന് വരെ വീണ നായർ മെസ്സേജ് അയക്കുമല്ലോ, മെസ്സേജിലൊക്കെ ഗുണഗുണാന്ന് മെസ്സേജ് അയക്കും. എനിക്ക് ഓർമ്മയില്ല, വർഷങ്ങൾക്ക് എത്രയോ ഇന്ന് വരെ മെസ്സേജ് അയച്ചിട്ടില്ല. എനിക്ക് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായി നമ്മുടെ വീഡിയോസൊക്കെ വന്നിട്ടല്ലേ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രേണുസുതിയായിട്ട് തന്നെയാണ് കേട്ടോ. രേണുസുതിയുടെ വീഡിയോസൊക്കെ ഓരോ ദിവസവും സോഷ്യൽ മീഡിയ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പുതിയ പുതിയ ഇൻ്റർവ്യൂസും വിവാദങ്ങളുമായിട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ പുതിയൊരു വ്യക്തി കൂടെ, പുതിയതല്ല പഴയ വ്യക്തി തന്നെയാണ്. അതായത് സുധിച്ചേട്ടൻ്റെ രണ്ടാമത്തെ ഭാര്യയായ വീണ സുധി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് തന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, രേണുസുതി പറഞ്ഞുകൊണ്ട് നടക്കുന്ന അപവാദങ്ങൾക്കെല്ലാം മറുപടി എന്ന നിലയ്ക്ക് വീണ സുധി രംഗത്ത് വന്നിട്ടുണ്ട്. വീണ സുധി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുസുതി എന്ന് പറയുന്ന, വീണ സുധി എന്ന് പറയാൻ പാടില്ല, വീണ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീയാണ്, രേണു എന്ന് പറയുന്ന സ്ത്രീ, രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ വീണ എന്ന് പറയുന്നവരുടെ, സുധി എന്ന് പറയുന്നവരുടെ ലൈഫ് നശിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ രേണു പറയുന്നത് എനിക്ക് വീണയെ അറിയില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഇല്ലീഗൽ ഒരു ലിവിങ് ടുഗദർ ലൈഫായിരുന്നു എന്ന് പറയുന്നുണ്ട്. വിവാഹം എന്നെ മാത്രമേ സുധിച്ചേട്ടൻ വിവാഹം കഴിച്ചിട്ടുള്ളൂ. കിച്ചുവിൻ്റെ അമ്മയുമായിട്ട് എനിക്ക് നല്ല സ്നേഹബന്ധമായിരുന്നു. ഈ വീണയായിട്ട് എനിക്ക് ഒരു തരത്തിലുള്ള അടുപ്പമില്ല, ബന്ധമില്ല എന്നൊക്കെയാണ് രേണു സമർത്ഥിക്കുന്നത്. ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ തന്നെക്കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സഹിക്ക് വയ്യാതെയാണ് വീണ ഇപ്പോൾ ഫേസ് ലൈവിലുമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് അവരുടെ വോയിസുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പൊ രേണുസുതിയെ കുറിച്ചും അതുപോലെ തന്നെ സുധിച്ചേട്ടനെ കുറിച്ചും കിച്ചുവിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, മോശമായിട്ടല്ല, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ലൈവ് വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, വോയിസ് ലൈവ്. പക്ഷേ ഇപ്പോൾ അവരുടെ ഫേസ് ലൈവ് രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ മുഖം കാണിച്ചുകൊണ്ട് തന്നെ ഞാനാണ്, എന്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ വീണയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എതിരായിട്ട് അവർ കാവനാട് പോലീസ് സ്റ്റേഷനിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസൊക്കെ നിലനിൽക്കെ തന്നെയാണ് വീണ്ടും ഇങ്ങനെ ഒരു അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് രേണുസുതിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. രേഷ്മയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. രേണുസുതി കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ പറയാം, ഞാൻ വഴിയെ പറയാം. എന്റെ സുഹൃത്തുക്കൾ, എന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കൾക്കറിയാം കൊല്ലം സുധിയും ഞാനും റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പുള്ളി മരിച്ചിട്ട് പോലും ആ വീട്ടിൽ കയറാത്ത ഞാൻ, പുള്ളി മരിച്ചിട്ട് കയറിയില്ല എന്ന് ഈ പറയുന്ന ആരും കണ്ടിട്ടില്ല. പുള്ളി മരിച്ചപ്പോൾ ഞാൻ പോയി, എന്റെ കടമ ഞാൻ നിറവേറ്റി. ഞാൻ പുള്ളിയുടെ ബോഡി കോട്ടയത്തേക്ക് എടുത്തപ്പോൾ ഞാൻ തിരിച്ചെന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇതിൽ ഇപ്പൊ ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ്, എന്താണ് എന്നുള്ളത്. പിന്നെ ഞാൻ ഒരിക്കൽ പോലും പുള്ളി ജീവിച്ചിരുന്നപ്പോഴും പുള്ളിയെ വെച്ചിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പുള്ളി മരിച്ചപ്പോഴും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പുള്ളീനെ വിറ്റ് ഇതുവരെ കാശ് മേടിച്ചിട്ടില്ല, കാശ് ഉണ്ടാക്കിയിട്ടില്ല. ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ മാത്രം കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. വീണ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. തങ്ങൾ നല്ലപോലെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ലൈഫിലേക്ക് രേണു എൻ്റർ ആവുകയും, അതായത് ഫേസ്ബുക്ക് ചാറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതിലൂടെ അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്തത് ഈ വീണ എന്ന് പറയുന്ന സ്ത്രീയാണ് എന്നാണ്, രേണു എന്ന് പറയുന്ന സ്ത്രീയാണ് എന്നാണ് വീണ പറയുന്നത്. വീണ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, നമുക്ക് കേട്ടിട്ട് വരാം. കാരണം ഞാൻ നാറാവുന്നതിന് പരമാവധി ഇപ്പോൾ ഈ രേണുസുതി എന്ന് പറയുന്ന വിവരം കെട്ടവള് നാട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനായിട്ട് എൻ്റെ പേരും വെളിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇവരെ ഒരു 3 വർഷം മുന്നേ ഈ സുധിയുടെ ഒരു കേസ് കെട്ട്, അതായത് സുധി മരിക്കുന്നതിന് 1 വർഷം മുന്നേ സുധിയുടെ ഒരു കേസ് കെട്ടുമായിട്ട് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ രേണുസുധീനെ ഒരു 3 വർഷം മുൻപേ വിളിച്ചിരുന്നു. അത് വേറൊരു ഇഷ്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു പേഴ്സണൽ ഇഷ്യൂസാണ്. അപ്പോൾ സുധിയോടൊന്ന് സംസാരിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു.
അപ്പോൾ ഇവള് നല്ല മാന്യമായിട്ടാണ് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഈ 2 ദിവസം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവൾക്ക് കുണുക്കുണുക്കുണാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞേ, എന്നെക്കുറിച്ച് അവൾക്ക് ഒന്നുമേ അറിയില്ല എന്ന്. പച്ചക്കള്ളം. അവളെ തിന്നാനും വാതുറക്കാനും വാതുറക്കുന്നത് കള്ളം പറയാനും വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ അവൾ സത്യസന്ധമായിട്ട് അവൾക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ വന്നൊരു ലൈവ് പറയാനും കാരണം അതുകൊണ്ട് തന്നെയാണ്. ഞാൻ വള്ളിക്കയിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ രേഷ്മ എന്നോട് ചോദിച്ചിരുന്നു, രേഷ്മയ്ക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ സുധിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ രേണു സുധി എന്ന് പറയുന്ന, രേണു സുധി അല്ല രേണു, അന്ന് രേണുവായിരുന്നു, പുള്ളിക്കാരത്തി മെസ്സേജ് ഇടുകയും ഞാൻ കാണാനിടയുണ്ടാവുകയും അവൾ പറഞ്ഞ എല്ലാം അവളുടെ ഇൻ്റർവ്യൂസ് ഫസ്റ്റ് മുതൽ കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡിസംബർ 15-ാം തീയതിയാണ് ഞാൻ ഇവരെ മെസ്സേജ് ആദ്യമായിട്ട് പിടിക്കുന്നത്. നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വേർപിരിഞ്ഞു. അന്നേ സുധി ഓൾമോസ്റ്റ് എൻ്റെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്നോ മരിച്ചു കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ മരിച്ച ഒരാളെ പറ്റി എനിക്ക് കുറ്റം പറയാനായിട്ട് താല്പര്യമില്ല, ഞാനത് ചെയ്യില്ല. നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും കുണുക്കുണ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ? നിങ്ങൾ തന്നെ. അതായത് ഈ കിച്ചുവിനെ കുറിച്ച് പോലും ഇവര് മോശമായിട്ടുള്ള രീതിയിൽ രേണു ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രേണു പറയുന്നത് നമുക്കത് കേട്ട് നോക്കാം. രേണു എന്താണ് ഈ വീണയെ കുറിച്ച് പറയുന്നത് നമുക്കത് കേൾക്കാം. അതിനുശേഷം രണ്ടും കൂടെ ചേർത്ത് നമുക്ക് പറയാം എന്താണ് കാര്യങ്ങൾ. അതായത് രേണു പറയുന്നത് വീണയെ അറിയില്ല, ഇങ്ങനെ ഇവരെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു, ഇങ്ങനെ കുണുകുണാന്ന് പറഞ്ഞ മെസ്സേജ് വരുമായിരുന്നു, അല്ലാതെ എനിക്ക് ഇവരെ കുറിച്ച് അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് രേണു പറയുന്നവരെ കെട്ടില്ല. ചേട്ടനെ സൂചേട്ടൻ്റെ മോനെയും എൻ്റെ മോനെയും കിച്ചൂട്ടൻ അവനെയും ജീവിതത്തിലേക്ക് ആരുമില്ലായിരുന്നു, ആരും തന്നെ ഒരു കുടുംബം ഇല്ലാതെ ഭാര്യ ഇല്ലായിരുന്നു അന്ന് കുഞ്ഞിനെ കൊണ്ട് ജീവിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാളെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? കിച്ചു എന്ന് പറയുന്നൊരു കുഞ്ഞിന് അമ്മയായതാണോ ഞാൻ ചെയ്ത തെറ്റ്? ചോദിക്കട്ടെ. ആ കുട്ടീനെ എനിക്ക് വേണമെങ്കിൽ സൂചേട്ടാ ബോർഡിങ് നിർത്താം, നമുക്ക് കല്യാണം കഴിക്കുമ്പോൾ. ആ കുഞ്ഞിനെ എൻ്റെ കൂടെ അവൻ 6ാം ക്ലാസ് പഠിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചോളൂ, അവനെ പാട്ടുപാടി അവനെ കുളിപ്പിച്ചിട്ടുണ്ട്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? തീർച്ചയായിട്ടും നിങ്ങൾ അത് ചോദിക്കേണ്ടത് ജനങ്ങളോട് തന്നെ. ഞാൻ ചെയ്ത തെറ്റെന്താണ്? സുധിച്ചേട്ടൻ മരണം വരെ, മരിക്കുന്നതിന്റെ തലേന്ന് വരെ എൻ്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പോയ മനുഷ്യനെ ചേർത്ത് പിടിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ കുഞ്ഞിന് അമ്മയില്ലായിരുന്ന കുഞ്ഞിന് ഞാൻ ഒരു അമ്മയായതാണോ തെറ്റ്? രേണു എന്ന് പറയുന്ന വ്യക്തി, അതായത് ഞാനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് രേണുവിനെ. പക്ഷേ രേണുവിനെ ഇപ്പോൾ ഓരോ ദിവസവും രേണുവിൻ്റെ നടപടികൾ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു വെറുപ്പ് തോന്നുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രേണുവിനെ അനുകൂലിക്കുന്നവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ന് പറയുന്നത് നിനക്കൊന്നും വേറെ ജോലിയില്ലേ, നിനക്ക് മറ്റേ പണിയില്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് മറ്റു പണികളുണ്ട്. ഇത് കണ്ടിട്ട്, അതായത് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്യുന്നില്ലായിരുന്നു, ഒട്ടും സഹിക്കുമായി. എന്ന് വെച്ചാൽ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണമല്ലോ വെച്ചാൽ അത്രമാത്രം. അതായത് ഈ ഇത്രയും അങ്ങ് നന്മമരം കളിക്കുന്ന രേണുവിൻ്റെ പുറകിൽ ഇത്രമാത്രം ചതിയുണ്ട് എന്ന് എല്ലാവരും അറിയണമല്ലോ. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ റിയാക്ട് ചെയ്തത്. അതായത് വീണ, അതായത് സുധിച്ചേട്ടനുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രേണു എന്ന് പറയുന്നൊരു വ്യക്തിയുടെ എൻ്റർ ആവുകയും. രേണു പറയുന്നത് എന്താണ്, കിച്ചുവിന് അമ്മയില്ലായിരുന്നു, ആ അമ്മയാവുകയായിരുന്നു ഞാൻ, എനിക്ക് വേണമെങ്കിൽ കിച്ചുവിനെ ബോർഡിങ്ങിൽ നിർത്താമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ അവനെ കുളിപ്പിച്ചിട്ടുണ്ട്, ഞാനും അവന് തമ്മിൽ 10-12 വയസ്സ് വ്യത്യാസം മാത്രമേ ഉള്ളൂ, എനിക്ക് അവൻ്റെ അടുത്ത് പറയാമായിരുന്നു എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ മതിയത്. അതെങ്ങനെയാണ് ശരിയാവുന്ന? നമ്മുടെ ഒരു കിച്ചുവിൻ്റെ അച്ഛൻ 2ാമതോ അല്ലെങ്കിൽ 3ാമതോ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന സ്ത്രീയെ അമ്മ എന്നല്ലാതെ പിന്നെ ആരെയാണ് വിളിക്കുന്നത്, ചേച്ചിന്ന് വിളിക്കാൻ സമ്മതിക്കുമോ? എനിക്കങ്ങനെ പറയാറുണ്ട്. എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് അവർക്ക് പോലും ഒരു ബോധമില്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞു രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്നോട് സംസാരിച്ച കിച്ചുവിനെ കുറിച്ചിട്ടാണ്. മീൻസ് ഞങ്ങളുടെ ലൈഫ് കിച്ചു കാരണം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സുധിക്ക് കിച്ചുവിനോടാണ് സ്നേഹം, പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല, കിച്ചു സുധി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിൻ്റെ പുറകെയാണ് എന്നൊക്കെ ഇവൾ കുറേ ബാഡായിട്ട്, കിച്ചുവിനെ കുറിച്ച് കുറേ ബാഡായിട്ട് എന്നോട് സംസാരിച്ചു, കുറേ നല്ല ബാഡായിട്ട് സംസാരിച്ചു. ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല ഇതുവരെ. ഒരു കാര്യങ്ങളും ഞാൻ ഒരു തരത്തിലും സത്യം പറഞ്ഞാൽ രേണുവിന്റെ സംസാരം കഴിഞ്ഞാൽ രേണുവിന് ഒരു തരത്തിലുള്ള, രേണു നഴ്സിംഗ് പഠിച്ചാണ്, ഏവിയേഷൻ പഠിച്ചാണ്, വർക്ക് ചെയ്താണ്. രേണുവിൻ്റെ ഫ്രണ്ട് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ വിദ്യാഭ്യാസം അല്ല സത്യം പറഞ്ഞാൽ നമുക്കൊരു വിവരത്തിന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ബേസ് അതല്ല, അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് കേട്ടോ. എന്ത് പറയുന്നു എന്ന് പോലും ഒരു യുക്തിയില്ലാതെയാണ് പറഞ്ഞുകൊണ്ടേ നടക്കുന്നത്.
ഇപ്പൊ രേണുവിന്റെ അച്ഛനും ഒക്കെ രംഗത്തുണ്ട്. ആ വീടിന്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ഇങ്ങനെ പൊട്ടിച്ച് ചെയ്താണ്ട് ഇത് കണ്ടോ ഇളകി വരുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു വീടെന്ന് പറയുന്നത്, കയറി കിടക്കാൻ കിടപ്പാട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കിടന്ന പഴയ വീട് വെച്ച് നോക്കുമ്പോൾ, അതായത് ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, നമുക്ക് കിട്ടുന്ന ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണുക എന്ന് പറയും. ആ കുഞ്ഞുങ്ങൾക്ക് കിടക്കാനായിട്ട് വളരെ മനോഹരമായ രീതിയിൽ അവർ വീട് വെച്ച് കൊടുത്തു. ആ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. അവർ പറയുന്നത് വീടിന്റെ കെട്ടിലെയും മുട്ടിലുള്ള എവിടെയൊക്കെ വിട്ട ടാറപ്പ കുടിച്ച് കെട്ടിയ വീടായാൽ പോലും നമ്മൾ എന്ത് നീറ്റായിട്ടാണ് സൂക്ഷിക്കുന്നത് അല്ലെ, വൃത്തിയായിട്ട് നമ്മൾ നമ്മുടെ പരിസരവും നമ്മുടെ വീടും ഒക്കെ സൂക്ഷിക്കും. അതാണ് അതിന്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത് വീടിന് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വീട് കെട്ടിയതിനെ കുറിച്ചുള്ള കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, എന്തായാലും രേണുസുധിയുടെ കള്ളികൾ ഇങ്ങനെ പൊളിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വീണ സുധി രംഗത്ത് വന്നത്. എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അവരോട് നമുക്ക് ബഹുമാനം തോന്നും. കാര്യം സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം പോലും ഞാൻ അവർ രണ്ടാം ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് സെലിബ്രിറ്റി ആകാനും അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവർ പറയുന്ന ഡയലോഗ് ഉണ്ട്, സുധിച്ചേട്ടനുമായിട്ട് എന്ന് അവർ പിരിഞ്ഞു അന്നേ അവരുടെ മനസ്സിൽ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, ഇപ്പൊ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ പുറത്ത് ചെളിവാരി എറിയുക എന്ന് പറഞ്ഞ അത്ര ശരിയുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത്. ഇപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ രേണു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സുധിച്ചേട്ടനെ ഉപയോഗിച്ച് ഇങ്ങനെ വീണ്ടും അദ്ദേഹത്തിന്റെ പേരിങ്ങനെ മോശമാക്കുന്നത് വളരെ മോശകരമായ ഒരു കാര്യമാണ്. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കൂ രേണു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.